വനയാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഏറ്റവും നല്ലത്. കാരണം വനത്തിൽ നമുക്ക് കാറുകളും മറ്റുള്ള വാഹനങ്ങളെ കൊണ്ടുപോയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓഫ് റോഡ് ജീപ്പുകളും അതുപോലെ ഓഫ് റോഡ് ബൈക്കുകൾ മാത്രം ഉപയോഗിക്കുക. അങ്ങനെ യാത്രയിൽ സുഖകരമായ യാത്രയായി. പക്ഷെ എന്നും പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട, കട്ടളപ്പാറയിലാണ്. കാരണം ആദ്യമായ ചേട്ടൻ വണ്ടി ചാടിച്ചെടുത്തെങ്കിലും വന്നില്ല. ഇത് ഓഫ് റോഡ് 4 വീലർ ആണ്. അപ്പോൾ അതിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ആ ചേട്ടൻ ആ തടിയുടെ മുകളിൽ കൂടെ വണ്ടി ചാടിച്ചെടുത്തു. അതായത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ യാത്ര ചെയ്യേണ്ട, യാത്രകൾ കണ്ടാൽ മതി. മഴ തീരുന്നവരെ യാത്രകൾ, കാഴ്ചകൾ എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓക്കെ, ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, സുരേഷേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ വനയാത്രകളുടെ ഒരു കാഴ്ച നിങ്ങൾക്ക് നൽകുകയാണ്. ഞാനിപ്പോൾ കട്ടളപ്പാറയിലാണ്. നെടുവണ്ണൂർ കടവിൽ നിന്നും കട്ടളപ്പാറയിലേക്ക് പോകുന്ന കല്ലാറ് പോകുന്ന വഴിയാണ്. ഞങ്ങൾ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് മരം വീണിട്ടാ. മരം മുറിച്ചിട്ടില്ല, വീണതേ ഉള്ളൂ. ഭയങ്കര കാറ്റായിരുന്നു. എൻ്റെ കൂടെ ഭഗത്തുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭഗത്താണ് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്, ഭഗത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ദേ ഒരു ജീപ്പ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ലൈനും എല്ലാം കട്ടായിപ്പോയി. എല്ലാ പോസ്റ്റുകളും എല്ലാം മരം ഒടിഞ്ഞു വീണു. മരം ഇവിടെ കിടക്കുകയാണ്. കട്ടളപ്പാറയിൽ എപ്പോൾ വരുമ്പോഴും മരം ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ വീഴും. കാരണം അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മള് കണ്ടില്ലേ, കട്ടളപ്പാറയിൽ ജീപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ബൈക്ക്, സ്കൂട്ടറുകാരൊക്കെ വന്ന് 2 പേര് വന്ന് എടുത്ത് വെച്ചിട്ട് പോയതിന് ഇപ്പൊ മരം വീണതേ ഉള്ളു കേട്ടോ. അപ്പം ഇലക്ട്രിസിറ്റി ലൈൻ എല്ലാം പോയി. ഇതിന് മണി പറയുന്നത് അപ്പൊ ജീപ്പ് ഇതിന്റെ മുകളിൽ കൂടെ കയറ്റാൻ ഉള്ള പരിപാടിയാണ്. ഇവർക്കങ്ങ് കൊളത്തുപുഴയോട്ട് പോകണം. കല്ലാർന്ന് വരുവാണോ? അപ്പോ അല്ല, ഇതിനകത്ത് സപ്ലൈ ഒന്നും ഇല്ല. സപ്ലൈ അല്ല, അപ്പഴേ വീട് തന്നെ പോവും. ഈ മരം നേരത്തെ മുറിച്ചാണോ? ഓ ശരി, അതിന്റെ അടുത്തടുത്ത് അങ്ങ് വീഴും. മരുതിയാ. അപ്പം മൊത്തത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മരം വീഴുന്നൊരു ഫോറസ്റ്റ് റോഡാണ് കേട്ടോ. എല്ലായിടത്തും വീഴും. ഇപ്പൊ ജീപ്പ് വന്ന് ആരോ തടിയൊക്കെ എടുത്ത് ജീപ്പ് ഇതിന്റെ മോളിയൊക്കെ എടുത്തോണ്ട് പോകുന്നു. അതൊരു സംഭവമാണ്. അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. വീണ്ടും കാറ്റായി. കാറ്റത്തിലൂടെ ധൈര്യം നിൽക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ കട്ടളപ്പാറ റോഡില്, കട്ടളപ്പാറ ഫോറസ്റ്റ് ഓഫീസ് കല്ലാറിലേക്ക് പോകുന്ന വഴിയില് മരം വീഴ്ചയുണ്ട്. ഇവിടെ എല്ലാം മരം വീണ് കിടക്കുകയാണ്. ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളിപ്പോ നിന്ന് ആന വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനേ പറ്റും. ജീപ്പ് ഇപ്പത്തോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. മൂടോടെ മറിഞ്ഞിരിക്കുകയാണ് മരം. കാരണം ആനയെ വെട്ടി മരങ്ങൾ ഇടാറുണ്ട്. പക്ഷെ ഇത് കാറ്റത്ത് മൂടോടെ വീണു. ഇനി ഇത് പണിയൊന്നും നടക്കത്തില്ല. കറണ്ടിന്റെ പണിയൊന്നും ഇനി നടക്കുമെന്ന് തോന്നില്ലല്ലേ? അത് ശരി. നമ്മള് ജീപ്പുകൾ എങ്ങനെ ഇപ്പുറത്തോട്ട് പോകാന്നുള്ളത്. സ്കൂട്ടറുകാർ വന്ന് എടുത്ത് പൊക്കി വെച്ച് ഞങ്ങളിവിടെ സഹായിച്ച് അപ്പുറം എടുത്തു വെച്ചങ്ങ് പോയി. അപ്പൊ ആ ജീപ്പ് എങ്ങനെ പോകും? നമ്മൾ കേറുവാണെങ്കിൽ കേറും. ആ ഒറ്റ കയറ്റം കയറും അല്ലേ? അമ്പട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇനിയിപ്പം ഇത് ചെയ്യും. നമ്മളെ പണി വാളി. ചാടിക്കാനോ? വണ്ടി ചാടത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടി ജീപ്പ് തടിയൊക്കെ വെച്ചിട്ട് കുരുങ്ങി. ഷൊർവീലാണെങ്കിലേ പറ്റും. അങ്ങനെ നമ്മുടെ കട്ടളപ്പാറയിലെ റോഡിലെ ഗതാഗതം മുടങ്ങി. ഫോറസ്റ്റ് ഓഫീസിൽ കല്ലാറിൽ പോകുന്ന വഴിയാണ്. അത് മരം മുറിച്ചിട്ടില്ല. ഇലക്ട്രിസിറ്റി ലൈൻ എല്ലാം അതേ പൊട്ടി വീണ് കിടക്കുകയാണ്. അപ്പോ മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ സ്ഥലം. മൃഗങ്ങളൊക്കെ ശരിക്കും വരാൻ സമയമായി. പക്ഷെ ഇപ്പം മരം വീണു. വീണ മരം മുറിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ മുകളിൽ തടിയൊക്കെ എടുത്ത് വെച്ച് ജീപ്പ് ഒന്ന് ചാടിച്ചു നോക്കി. പക്ഷെ ജീപ്പ് ബെൻഡായി വിട്ടിരിക്കുകയാണ്.
ഇങ്ങനെയൊക്കെയാണ് മഴക്കാലത്ത് വനപ്രദേശത്തെ കാഴ്ചകൾ. അതേ ഒരു ജീപ്പ് ബാഗ് വീണ്ടും വന്നിട്ടുണ്ട്. ആ ജീപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മറ്റേ ജീപ്പ് തടിയൊക്കെ പറക്കി വെച്ച് ചാടിക്കാൻ നോക്കി, പണിയായി. എന്തൊക്കെയായാലും ഇനി ഒരു രക്ഷയില്ല. മരം മുറിച്ച് മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ ജാക്കി വെച്ച് പൊക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ നടക്കും. അല്ല ജാക്കി തിരിക്കുക കേട്ടോ, ജാക്കി തിരിക്കും. അല്ല ഇടത്തോട്ട് തന്നെ നിൽക്കട്ടെ വണ്ടി കേട്ടാ, വലത്തോട്ട് വരണ്ട. വരട്ടെ വരട്ടെ, കൊടു കൊടു കൊടു. ജാക്കി രക്ഷിച്ച്. ക്ഷീണം ജാക്കി വെച്ച് അപ്പുറത്ത് കൊണ്ട് പൊക്കും. അണ്ണന്റെ നല്ല സമയം. അണ്ണൻ ജമ്പ് ചെയ്യുന്നു. അത് ഓർമ്മയില്ലാണ്ട് അതേ കയറും. ഓർമ്മയില്ലല്ലോ. എങ്ങനെ നമ്മുടെ 4 വീല് വണ്ടി ഈസി ആയിട്ട് കയറി ചെയ്യട്ടെ, 4 വീല് ജീപ്പ്. അങ്ങനെ നമ്മളത് ഒരുപാട് സമയമായി മരങ്ങളെ വീണിട്ട്. മഴക്കാലത്ത് വനപ്രദേശത്തെ സാഹചര്യങ്ങളെ കണ്ടില്ല. ഈ മരം വീണിട്ട് ഓഫ് റോഡ് ജീപ്പാണ് ഇതിന്റെ മുകളിൽ കൂടി ചാടിപ്പോയത്. ടൂ വീലർ ജീപ്പൊക്കെ ഇതിന്റെ മുകളിൽ വന്ന് ഇരിക്കുകയായിരുന്നു. ആ ചേട്ടന്റെ ജീപ്പ് വന്ന് ഇരുന്നതിന് ശേഷം ആ ജീപ്പ് അവസാനം നമ്മൾ ജാക്കിയൊക്കെ വെച്ച് എല്ലാം കൂടെ സഹായിച്ചാണ് പോയത്. ഇനിയിപ്പോ അടുത്ത അങ്ങോട്ട് പോയപ്പോൾ 1 മണിക്കൂർ ആയതേ ഉള്ളൂ മരം വേണ്ടി. ഞങ്ങൾ വരുന്നതിന് ജസ്റ്റ് തൊട്ട് മുമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപകടമില്ലാതെ ഒഴിവായി. അല്ലെങ്കിൽ മോളിക്കട വീണ അറിയാമല്ലോ, ഇവിടെ എപ്പോഴും അടുത്ത മരം വീഴാറായി നിൽക്കുന്നത്. വേറെ ഇതിന് മുമ്പ് പോയ 1 മണിക്കൂർ പോയ കാറുകളൊക്കെ പെട്ട് കിടക്കുകയാണ്. തിരിച്ചു പോകണമെങ്കിൽ ഇത് മുറിക്കണം. അപ്പോൾ നമ്മുടെ യാത്രാ കാഴ്ചകൾ, വനയാത്രാ കാഴ്ചകളിൽ ഇതൊക്കെയാണ് നമ്മുടെ വനപാതയിലെ കാഴ്ചകൾ. അപ്പോൾ അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ആരും ഇങ്ങോട്ടൊന്ന് വരാൻ ശ്രമിക്കരുത്. മഴയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ.